നമസ്കാരം. ഇതുവരെയുള്ള വാർത്തയുടെ സമഗ്ര ചിത്രവുമായി പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്രകടന പത്രിക കോൺഗ്രസിനെതിരെ ആയുധമാക്കി CPM. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന്റേത് കുറ്റകരമായ മൗനമെന്ന് പിണറായി. സംഘപരിവാറിനോട് ചേർന്ന മനസ്സെന്നും കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നിലപാട് പ്രകടന പത്രികയിൽ വ്യക്തമെന്ന് MV ഗോവിന്ദൻ. കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി. UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. UDFുമായി മുഴുവൻ ബന്ധവും അവസാനിപ്പിച്ചതായി സജി. കോൺഗ്രസിൽ നിന്ന് വെള്ളനാട് ശശി CPMലേക്ക്, ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 2 ആഴ്ച കൂടി. മോദിയുടെ റോഡ് ഷോ UPയിൽ. കോൺഗ്രസിന്റെ മെഗാ റാലി ജയ്പൂരിൽ. കേരളം വിധിയെഴുതാൻ ഇനി 20 ദിവസം. 20 മണ്ഡലങ്ങളിലും BJP ജയിക്കില്ലെന്ന് മുഖ്യമന്ത്രി. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. മരവിപ്പിച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട്. റിട്ടേൺസിൽ ഈ അക്കൗണ്ടുകളുടെ രേഖകളില്ലെന്ന് ആദായ നികുതി വകുപ്പ്. അക്കൗണ്ടിലുള്ളത് 5,10,00,000 രൂപ. കണ്ണൂരിൽ ഉന്നതതല യോഗം വിളിച്ച് പോലീസ്. നടപടി. പാനൂർ ബോംബ് സ്ഫോടന പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യതാ സ്ഥലങ്ങൾ കണ്ടെത്തും. പാനൂരിലേക്ക് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന നിലപാടിൽ CPM. പ്രതികളുമായി സ്ഫോടന സ്ഥലത്ത് തെളിവെടുപ്പ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി CBI. അന്വേഷണ സംഘം ഇന്ന് വയനാട്ടിൽ. മുഴുവൻ കൊലയാളികളും പിടിയിലാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ. സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാകില്ലായിരുന്നുവെന്നും ജയപ്രകാശ്. റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില. പവന് 52,000 കടന്നു. ഇന്ന് കൂടിയത് 960 രൂപ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുന്നു. എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. മത്സരം രാത്രി 7:30 മുതൽ ന്യൂസ് 18ൽ തത്സമയം. IPLൽ ബംഗളൂരു രാജസ്ഥാനെ നേരിടും. ന്യൂസ് 18ന്റെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പരിപാടി ഫലം കണ്ടു. നെടുമങ്ങാട് കുട്ടൻ കോളനിയിൽ കുടിവെള്ളം എത്തി. ജലജീവൻ മിഷന്റെ ഭാഗമായി ബൂസ്റ്റർ പമ്പുകൾ സ്ഥാപിക്കുമെന്ന് കൗൺസിലർ. ന്യൂസ് 18 ഇംപാക്ട്. വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം മുറുകുന്നതിനിടെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡ് ശാഖയിലെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. CPMന്റെ ആദായ നികുതി റിട്ടേൺസിൽ ഈ അക്കൗണ്ടുകളുടെ രേഖകളില്ലെന്ന് ആദായ നികുതി വകുപ്പ് പറയുന്നു. 5,10,00,000 രൂപയാണ് അക്കൗണ്ടിൽ ഉള്ളത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ചയും തുടരും. തിങ്കളാഴ്ച PK ബിജുവിനോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു അസ്വാഭാവികതയില്ല. കൃത്യമായിട്ടുള്ള അക്കൗണ്ട്, അതിന്റെ റിട്ടേൺസ്, അതിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതല്ലേ. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കില്ലേ? അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ പണം പിൻവലിക്കേണ്ട വന്നാൽ പിൻവലിക്കേണ്ടി വരില്ലേ? പാർട്ടി ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കും. അതിപ്പോ 3 കോടി 5 കോടി എന്നൊക്കെ പറഞ്ഞ ചില പത്രങ്ങൾ എഴുതാതെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ. പണം നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ട് അല്ലേ. അപ്പോൾ പണം വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. ആവശ്യത്തിന് പണം വിഡ്രോ ചെയ്യണമല്ലോ. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അതതിൻ്റെ കൃത്യമായിട്ടുള്ള നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി. അതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ അതിൽ നമ്മളെ തളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോഴത്തെ നിലയിൽ. അതാണ് BJP മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് UDF മനസ്സിലാക്കേണ്ടത്. ആരും ഏത് ശക്തിയായാലും മനസ്സിലാക്കേണ്ട കാര്യം. ഞങ്ങൾക്ക് ഫണ്ടൊക്കെയുണ്ട്. ഞങ്ങളുടെ ഫണ്ടെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ കണക്കപ്പെടാതെ പണിയൊന്നുമില്ല. കണക്കപ്പെടാതെ ഒരു പൈസയില്ല. എല്ലാം കണക്കപ്പെട്ട തന്നെയാണ്. വിളിച്ചോണ്ട് എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യും? എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യുക? ഇനി ഞങ്ങൾക്കതിൽ ഉൾക്കേണ്ടിയൊന്നുമില്ല. ഞങ്ങളെ പേടിപ്പിക്കാൻ നടക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തെളിവുമില്ല.
ഒരു തെളിവുമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ രാവിലെ വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോഴാണ് ഈ ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് രാവിലെ മുതലേ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യാം. നിങ്ങളുടെയെല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-നെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ്. അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട്. കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആ തെളിവല്ല നിങ്ങളിങ്ങനെ തെളിവ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. തെളിവ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് ശരിയല്ലേ? ആ അക്കൗണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലത്തെ ഇൻകം ടാക്സും കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. അതിനൊന്നും ഞങ്ങൾക്ക് മുമ്പിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഈ അക്കൗണ്ടുകളുടെ രേഖകളില്ല എന്നാണ് ആദായനികുതി വകുപ്പ് പറയുന്നത്. എങ്കിൽ പോലും വലിയ ആത്മവിശ്വാസത്തിലാണ് നേതാക്കളുടെ പ്രതികരണം. എല്ലാം സുതാര്യമാണ്, തങ്ങൾക്കൊന്നും മറച്ചുവെക്കാനില്ലെന്ന് പറയും. തീർച്ചയായും ആ രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇതാ രാഷ്ട്രീയപരമായ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ EDയുടെ നടപടിയും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിന്റെ നടപടിയും എല്ലാം ഇതിന്റെ ഭാഗമായാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുമ്പോൾ പോലും നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും എല്ലാം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ MM വർഗീസിനെ തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ED ചോദ്യം ചെയ്യുമ്പോൾ തന്നെയാണ് സമാനമായ രീതിയിൽ തന്നെ മറ്റു നടപടികൾ ഉണ്ടാകുന്നത്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധന തൃശൂരിൽ നടക്കുന്നു. തൃശൂരിൽ അവരുടെ അക്കൗണ്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവരുടെ പരിശോധന നടക്കുകയും ചെയ്യുന്നു. അവിടേക്ക് ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി തുടർ പരിശോധനകൾ ഉണ്ടാകുന്നു. അതിനുശേഷം MM വർഗീസിനെ ED ഓഫീസിലെത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലുണ്ടാകുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇന്ന് മറ്റു നടപടികളിലേക്ക് ആദായ നികുതി വകുപ്പ് കടക്കുന്നത്. ഈ അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇറങ്ങുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപാടുകൾ സുതാര്യമല്ല എന്ന രീതിയിലേക്കാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ എത്തി നിൽക്കുന്നത്. ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുക ഏപ്രിൽ 2-ന് 1 കോടി രൂപയോളം പിൻവലിച്ചിട്ടുണ്ട്. ഈ തുക ചെലവഴിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം കണക്കുകൾ പരിശോധിക്കണം, എങ്കിൽ മാത്രമേ ഇതിന് സംബന്ധിച്ചുള്ള ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ, മരവിപ്പിക്കൽ പിൻവലിക്കാൻ കഴിയൂ. ഇത് തങ്ങൾക്ക് വസ്തുതാപരമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നിലപാട്. ഇന്നലെ MM വർഗീസിന്റെ മൊബൈൽ ഫോൺ അടക്കം പരിശോധനയ്ക്കായി ആദായ നികുതി വകുപ്പ് എടുത്തിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണം. ഇതിന്റെ ഒരു ഓഡിറ്റിംഗിലേക്ക് ഈ കണക്കുകൾ എത്തിയിട്ടില്ല, ഈ അക്കൗണ്ട് എത്തിയിട്ടില്ല എന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പുള്ളത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും EDയും ഇത് സമാനമായ രീതിയിൽ തന്നെയുള്ള കണ്ടെത്തലുകളിലേക്ക് ചെന്നിരുന്നു. വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിലായിട്ട് ഏതാണ്ട് 25ഓളം ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഇതിൽ പല ഇടപാടുകളും നടക്കുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളാണ് EDക്കുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ആദായ നികുതി വകുപ്പും കടന്നിട്ടുള്ളത്. ഇന്നലെ MM വർഗീസിനെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PK അജയനെയും ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. അത് മണിക്കൂറുകളോളം ഈ ചോദ്യം ചെയ്യലടക്കം നീണ്ടുനിന്നു. അവരോട് വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച PK ബിജുവിനോടും അതോടൊപ്പം തന്നെ MM വർഗീസിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ തുടർ നടപടികളുമായി ED മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയപരമായാണ് CPM ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പല നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നടപടികൾ എന്ന രീതിയിലാണ് CPM അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൌനം പാലിച്ചത് ആയുധമാക്കി CPM. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കോൺഗ്രസിനെതിരെ രംഗത്തുവന്നു. രാജ്യം നേരിടുന്ന ഗൌരവമായ വിഷയത്തിൽ കുറ്റകരമായ മൌനമാണ് കോൺഗ്രസിന്റേതെന്നാണ് വിമർശനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായി. ഇന്ത്യ എന്ന ആശയത്തിന് മേൽ സംഘപരിവാർ അവരുടെ
തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്നതിൽ സംശയമുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ധ്രുവീകരണത്തിനുള്ള അപകടകരമായ തന്ത്രമാണ് പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന ഉറപ്പ് CPI മാനിഫെസ്റ്റോ നൽകുന്നു. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ കാര്യത്തിൽ കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത്. രാജ്യം നേരിടുന്ന ഗൗരവമായൊരു വിഷയത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന കുറ്റകരമായ മൗനം. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ CAA പറ്റി, പൌരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളെ സ്ഥിരമായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടിതമായ രൂപമാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CA അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക സംഘപരിവാർ രാഷ്ട്രീയത്തെ ഗൌരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. ഒപ്പം തന്നെ CA വിഷയത്തിൽ കുറ്റകരമായ മൌനം പ്രകടന പത്രികയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് CA വിഷയത്തിൽ കുറ്റകരമായ മൌനം പ്രകടന പത്രികയിൽ കോൺഗ്രസ് കാണിക്കുന്നു എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം CA വിഷയത്തിലും ഒപ്പം തന്നെ കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിലും മൌനം പാലിക്കുന്നു, അതിൽ വ്യക്തത വരുത്താനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. CA വിഷയത്തിൽ നേതാക്കന്മാരടക്കം പ്രതികരിക്കാൻ തയ്യാറാവാത്തതിനെ സംബന്ധിച്ചുള്ള ആരോപണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രധാനമായും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അത് പ്രചാരണ ആയുധമാക്കാനാണ് LDF നോക്കുന്നത്. അതിൽ തന്നെ CA വിഷയവും കശ്മീർ വിഷയവും അടക്കം ചൂണ്ടിക്കാണിച്ച് പലസ്തീൻ വിഷയവും അടക്കം പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നതും. പ്രകടന പത്രികയിലെ ഈ വിഷയങ്ങൾ തന്നെ മുഖ്യ ആയുധമായി ഉയർത്തിക്കാണിക്കാനുമാണ് ഇപ്പോൾ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ തന്നെ എല്ലാ വേദികളിലെയും പ്രസംഗങ്ങളിൽ അത് പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പൌരത്വ ഭേദഗതി എന്ന വിഷയം ഉണ്ടാകരുതെന്ന നിർബന്ധം UDF-നുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ വിഭാഗത്തിന്റെ ആശങ്കയിൽ, രാജ്യത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ ആശങ്കയിൽ പാർട്ടിക്ക്, പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് ഒന്നും പറയാനില്ലേ എന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തി. ഭരണഘടനാ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM മുന്നോട്ട് വെക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ കശ്മീർ വിഷയത്തിൽ പ്രതിഷേധമുയർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ സമരസപ്പെടലിന് മറ്റൊരു ഉദാഹരണമായാണ് കശ്മീർ വിഷയം. അതായത് CA വിഷയത്തിൽ കോൺഗ്രസ് ഗൌരവകരമായ മൌനം പാലിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കശ്മീർ വിഷയം ഉണ്ടായപ്പോഴും കോൺഗ്രസ് ആ രീതിയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് സമരസപ്പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് കശ്മീർ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല ശശി തരൂരിനെതിരെയും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഇസ്രായേലിന് അനുകൂലമായാണ് ശശി തരൂർ സംസാരിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല മോദിക്കെതിരെ താൻ സംസാരിക്കില്ല എന്ന പ്രതിപക്ഷ വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം പരിഹസിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. എന്റെ പ്രസംഗം നന്നായി കേൾക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് പൊള്ളും എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും വലിയ വിമർശനം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ അതേ രീതിയിൽ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രതികരണം ഉണ്ടായത്. ഈ കോൺഗ്രസിന്റെ പൌരത്വ നിയമത്തെപ്പറ്റി കോൺഗ്രസിന് മൌനമാണ് എന്നുള്ളതാണ് MB ഗോവിന്ദനും പറഞ്ഞത്. പ്രകടന പത്രികയിൽ ഇക്കാര്യം
വ്യക്തമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. കേരളത്തിലെ ജനത്തെ വഞ്ചിക്കുന്നതിന് തെളിവാണ് കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് എന്നുള്ള നിലയിലുമുള്ള കുറ്റപ്പെടുത്തലും MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും പ്രകടന പത്രികയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CA വിഷയവും ഒപ്പം തന്നെ കശ്മീർ വിഷയവും അടക്കം ചൂണ്ടിക്കാട്ടി പൌരത്വ ഭേദഗതി അടക്കമുള്ള വിഷയം തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ ആയുധമാക്കാനാണ് CPMന്റെ തീരുമാനം. അതിന് മുഖ്യമന്ത്രിയുടെ പരിപാടികളിലും നമുക്ക് വ്യക്തമായിരുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വോട്ടെടുപ്പിന് 20 ദിവസം മാത്രം ബാക്കി നിൽക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. കോട്ടയം ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ ഏകാധിപത്യമാണ് പാർട്ടിയിലെന്നും തന്നെ പലതവണ വിളിച്ച് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്, അദ്ദേഹത്തിന്റെ ഏകാധിപത്യം, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം, ഇതാണ് ഞാൻ രാജിവെക്കാനാണ് എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കേരള കോൺഗ്രസ് മാണി ജോസഫ് സംയുക്ത കേരള കോൺഗ്രസിന്റെ യൂത്തിന്റെ പ്രസിഡന്റായിരുന്നു. അന്ന് എനിക്കൊരിക്കലും ഇടതുപക്ഷത്ത് പോകണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടും CF തോമസ് സാറ്, കേരള കോൺഗ്രസ് കൈമാണ സാറ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവ് CF സാറ്, അദ്ദേഹം PJ ജോസഫിനെ നേതാവായി നമ്മൾ കാണും, UDF തുടരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ കേരള കോൺഗ്രസിൽ ജോസഫ് സാറിനെ നേതാവായി കണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം യൂത്ത് പ്രസിഡന്റായി ഞാൻ ഇറങ്ങി വന്ന് കഴിഞ്ഞ് ഉടനെ എന്നോട് പാർട്ടി ചെയർമാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്കിൽ UDF ഉന്നയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും അത് തീർക്കുന്നതിന് ഒരു ചാൻസ് കിട്ടുമായിരുന്നു. അപ്പോൾ UDFനകത്ത് അങ്ങനെ ഒരു പരാതിയായിട്ട് പറഞ്ഞിരുന്നില്ല. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണം. സ്വാഭാവികമായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ആ പാർട്ടി ലീഡർഷിപ്പ് പരിഹാരം ഉണ്ടാക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാവില്ലേ സാർ? ഈ സമയത്ത് UDFന്റെ ജില്ലാ ചെയർമാനാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ പദവി ഈ ജില്ലയിൽ വലുതാണ്. അല്ല, തെരഞ്ഞെടുപ്പിനകത്തെ തിരിച്ചടി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു നമുക്ക് മനസ്സിന് വിഷമമുണ്ട്. അദ്ദേഹം ഇവിടെ നിൽക്കണമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ ഞങ്ങൾക്കേതാ വേറെ ഓപ്ഷൻ? നമ്മൾ തെരഞ്ഞെടുപ്പായി മുന്നോട്ട് പോയി, പ്രചരണം നല്ല രൂപത്തിൽ പോയി. ഇന്നലെ തന്നെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടുത്ത ആഘാതമാണ് ഉണ്ടായത്. അവർ അപരന്മാരെയും കൊണ്ടുവന്നു. ആ അപരന്മാരെ രണ്ടുപേരെയും ലാത്തിച്ചാർജ് ചെയ്തതുപോലെയാണ് ഓടിച്ചു വിട്ടത്. അതിനുള്ള പേരിലുള്ള കേസും വരാൻ പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് അധാർമികത്വം കാണിക്കുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ടാകും. സമാധാനകാംക്ഷികളായിട്ടുള്ള കോട്ടയം നിവാസികൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്ത് സാഹചര്യം വന്നാലും ശരി, ഞങ്ങൾ മിനിമമായിട്ടുള്ള ഞങ്ങളുടെ ആദർശങ്ങളിൽ നിന്നൊരു മാറ്റവും വരുത്തുകയില്ല. ശ്രീ സജീവ് മഞ്ഞക്കടമ്പുമായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ ആ പാർട്ടി ലീഡർഷിപ്പ് സംസാരിച്ച് പുറത്തു വന്ന കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞത് അങ്ങനെ ഒരു ഗൗരവതരമായ ഒരു പാർട്ടി വിടാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യമായി തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിച്ച് തീർക്കാൻ പരിശ്രമിക്കും. ആ പാർട്ടി ലീഡർഷിപ്പ് അതിന് നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ലല്ലോ ഇതുവരെ. ഇപ്പോഴദ്ദേഹം പരസ്യമായി പറഞ്ഞപ്പോഴാണ് UDFന്റെ മുമ്പിലേക്ക് ഒരു ഇഷ്യൂ വരുന്നതായിട്ട് തോന്നുന്നത്. ഇതുവരെ വന്നിട്ടേയില്ല. എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നത് ലഭ്യമായ സാധ്യതകൾ വെച്ച് ഞങ്ങൾ നോക്കുമായിരുന്നു. പക്ഷേ ആ സാധ്യത നോക്കാൻ പറ്റാത്ത രൂപത്തിലാണ് വെട്ടൊന്ന് മുരണ്ട് എന്നുള്ള നിലയിലേക്ക് പോയത്. അത് UDFന്റെ പ്രോസ്പെക്ട്സിനെ ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം UDFന്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കണമെന്നുള്ളത് ഈ രാജിവെച്ചു പോയ അദ്ദേഹം പോലും ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം UDFനോട് നല്ല യോജിപ്പുണ്ട്. UDFിലെ ലീഡർഷിപ്പിനോട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസഫ് സാറിനോട് നല്ല സ്നേഹമുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത് നിൽക്കുന്നത്, ഇതിൻ്റെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് ആ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. ആ പാർട്ടി പരിശോധിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ മോൻസ് ജോസഫിനോടാണ് അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി. അത് കോൺഗ്രസിൽ ഇവിടെ ഏകാധിപത്യ പ്രവണതയാണ് അദ്ദേഹം നടത്തുന്ന മോൻസ്. അത് DCC നേതൃത്വത്തിനും DCC പ്രസിഡന്റ് വരെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് സജി പറയുന്നുണ്ട്.
പക്ഷേ അങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് തന്നെ എന്തെല്ലാം പോംവഴിയുണ്ട്. അതിൻ്റെ മേളിലല്ലേ ശ്രീ PJ ജോസഫ്. അദ്ദേഹത്തോട് പരാതിപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമായിരുന്നല്ലോ. അതറിയില്ല, ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ ഒരു പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്ന ആളുകളല്ലേ. ഞാൻ പറഞ്ഞ സ്വാഭാവികമായ ഒരു പാർട്ടിയിലുണ്ടാകാവുന്ന ഒരു പ്രതികരണത്തിൻ്റെയും ആ പ്രതികരണത്തിലുണ്ടാകുന്ന ഒരു നടപടിയുടെയും ഭാഗമാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? അദ്ദേഹത്തിന് ഒരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടി ചെയർമാനോട് സംസാരിക്കുക, അദ്ദേഹത്തിലൂടെ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. UDF-നകത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് പുതുതായി പറയാനുണ്ടെങ്കിൽ UDF-ൽ സംസാരിക്കുക. അങ്ങനെ പ്രത്യക്ഷത്തിൽ പറയത്തക്ക വിധത്തിൽ വളരെ ഗഹനമായ ഒരു കാര്യം അദ്ദേഹം ഗൗരവത്തോടു കൂടി പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപരന്മാരെ നിർത്തി അവർ പൊളിഞ്ഞ് പാളിഷായി പോയില്ലേ? ഞാൻ പറയും, ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി അല്ലേ അപരനായിട്ട് നിർത്തിയത്. ആ പാർട്ടി എന്ത് പാർട്ടിയാണ്? അതിനൊരു പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? അവരൊരു മുന്നണിക്കകത്ത് നിൽക്കുക. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ്സിന് അവരൊരു സീറ്റ് കൊടുത്തു. ആ കൊടുത്ത സീറ്റിനകത്ത് അവരുടെ പാർട്ടിയുടെ ഭാരവാഹി തന്നെ അപരനായിട്ട് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവർ കൈകഴുകാൻ ശ്രമിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ അറിവായിരിക്കാം. പക്ഷേ ദേശാഭിമാനിയുടെ അവിടുത്തെ ലോക്കൽ ഏജൻ്റാണോ എന്ന് തിരക്കാൻ പറ. അത് ശ്രീ സ്റ്റീഫൻ ജോർജ് ദേശാഭിമാനി വരുത്താത്തത് കൊണ്ട് പുള്ളിക്കതറിയില്ല. ആ നാട്ടിൽ തിരക്കി അറിയാം. അവിടെ കൂവപ്പള്ളി പ്രദേശത്തെല്ലാവർക്കും അറിയാം. അവിടെ സ്റ്റീഫൻ ജോർജ് അതിങ്ങനെ ഒരു സമാധാനം പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് യഥാർത്ഥ സ്ഥിതി അദ്ദേഹം മനസ്സിലാക്കി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ദേശാഭിമാനിയുടെ അവിടുത്തെ ലോക്കൽ കറസ്പോണ്ടൻ്റ് ഒഫീഷ്യലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പത്ര വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, അതോടൊപ്പം പാർട്ടി ലോക്കൽ സെക്രട്ടറി, എല്ലാ കാര്യത്തിലും അവർ ഈ അടുത്ത സമയത്ത് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ട് ബോഡി വന്നിട്ടുണ്ട്, അദ്ദേഹം പാർട്ടി നോമിനിയായിട്ട്. ഇതൊക്കെ സ്റ്റീഫൻ ജോർജ് ഒരു പക്ഷേ അറിയണമെന്നില്ല. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നിഷ്കളങ്കമായി പറയുന്നതായിരിക്കാം. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കുന്നത്. അദ്ദേഹം മടങ്ങി വരാൻ ഒരുക്കമാണ് എന്ന് പരസ്യമായി ഒരു പ്രസ്താവന വന്നാൽ പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇടപെടൽ വരും. അതെന്താ വേണ്ടെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതല്ല. ഞാനിപ്പോൾ സജി പോയാൽ പോകട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞൊന്നും വരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാവരും കൂടി ഒരു സംയുക്ത സംരംഭമല്ലേ, ഇതിനകത്ത് ഒറ്റയ്ക്കല്ലല്ലോ. സജി മഞ്ഞക്കടമ്പലിന്റെ രാജിയെക്കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. ഇക്കാര്യം മുന്നണിയെ നേരത്തെ അദ്ദേഹം അറിയിച്ചിട്ടില്ല. ഇപ്പോഴാണ് മുന്നണിയിൽ UDF ഇക്കാര്യം മനസ്സിലാകുന്നത്. ഇടപെടേണ്ടിയിരുന്നുവെങ്കിൽ ഇടപെട്ടേനെ, പക്ഷേ ഈ പ്രശ്നം അറിഞ്ഞിരുന്നില്ല. ഇനി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന പക്ഷം UDF ഇടപെടും എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വെച്ചത്. കോട്ടയത്ത് NDA UDF അന്തർധാരയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. കോൺഗ്രസ് പോഷക സംഘടനാ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നോമിനേഷൻ തയ്യാറാക്കിയത്. കിടങ്ങൂർ പഞ്ചായത്തിൽ UDF BJP ഭരണമാണ്, അതിന്റെ തുടർച്ചയാണ് കോട്ടയത്തെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. അങ്ങനെ കോട്ടയത്തെ കോൺഗ്രസിന്റെ പ്രധാന പോഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA പ്രസാദാണ് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കിയതും അവിടെ വീട്ടിൽ നോട്ടറി എന്ന നിലയിൽ ഒപ്പിട്ടുള്ളതും എല്ലാം അദ്ദേഹമാണ്. എൻ്റെ എവിഡൻസ് എല്ലാം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിരവധി ആളുകൾ BJP പിന്തുണയ്ക്കുന്നുണ്ടായിട്ടും അവരെല്ലാം മാറ്റി നിർത്തി ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ട് ഈ നോമിനേഷൻ എല്ലാം പൂരിപ്പിക്കുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അതിൻ്റെ സ്ക്രൂട്ടണി എടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസും BJPയും തമ്മിലുള്ളൊരു അന്തർധാര ഇവിടെ വ്യക്തമായി ഉണ്ട് എന്നാണ്. ആശയപരമായി പരസ്പരം മിണ്ടാൻ കഴിയാത്ത, ആശയപരമായി പരസ്പരം യോജിക്കാൻ കഴിയാത്ത രണ്ട് പാർട്ടിയാണ് കോൺഗ്രസും BJPയും. പക്ഷേ ഇക്കാര്യത്തിൽ ഇതാ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി CPM-ൽ ചേർന്നു. അടൂർ പ്രകാശിന്റെ BJP ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വെള്ളനാട് ശശി പ്രതികരിച്ചു. BJP ജയിച്ചാലും കുഴപ്പമില്ല, CPM ജയിക്കരുതെന്ന അടൂർ പ്രകാശിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ശശി പറഞ്ഞു. അതേസമയം ശശിയെ പുറത്താക്കിയെന്നും വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിലാണ് നടപടിയെന്നുമാണ് DCC നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് വെള്ളനാട് ശശി DCC പ്രസിഡന്റ് പാലോട് രവിയാണ് അഴിമതിക്കാരനെന്നും വിമർശിച്ചു.
ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി ചേരാനുള്ള കാരണം ഇപ്പോൾ ഉണ്ടായില്ല. കഴിഞ്ഞ 2 വർഷമായി വെള്ളനാട് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന പ്രശ്നം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം. ആ 2 വർഷക്കാലമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തലാണ്. ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരു അപേക്ഷ കൊണ്ട് പോയാൽ പിന്നെ അവർ ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. കക്കൂലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കക്കൂലിയാണ്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഇനി ആ പ്രസ്ഥാനമായി 45 വർഷക്കാലം പ്രവർത്തിച്ചു പോയ പ്രസ്ഥാനമായി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് ഗതിവരുന്നത് ഞാൻ അതിരിക്കേണ്ടി വരുവാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, ഒരുപാട് കാലത്തെ ആലോചനയ്ക്ക് ശേഷമാണ് താൻ പോകുന്നതെന്നും ഒരുപാട് അനുഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് വെള്ളനാട് ശശി സംസാരിച്ചത്. ഒപ്പം പുറത്താക്കിയതാണ് എന്ന് DCC നേതൃത്വവും പറയുന്നു. എന്താണ് വാസ്തവം? അശ്വതി, തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ് വെള്ളനാട് ശശി. പ്രത്യേകിച്ചും അരുവിക്കര മണ്ഡലത്തിലും വെള്ളനാട് മേഖലയിലുമൊക്കെ വലിയ ജനസ്വാധീനമുള്ള നേതാവ്. അത്തരമൊരാളാണ് ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലം കൂടിയാണ് വെള്ളനാട്. അവിടെ നിന്ന് CPM-ലേക്ക് വരുന്നത്. അടൂർ പ്രകാശിനെതിരെയും DCC അധ്യക്ഷൻ പാലോട് രവിക്കെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വെള്ളനാട് ശശി കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് എത്തിയത്. അദ്ദേഹം പ്രധാനമായും ആരോപിക്കുന്നത് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ BJP-യുടെ കൂടി പിന്തുണയുടെ കൂടി ജയിച്ച ആളാണ്. ആറ്റിങ്ങലിൽ ഇത്തവണ BJP-ക്ക് കോൺഗ്രസ് പരാജയപ്പെട്ടാലും CPM പരാജയപ്പെട്ടാലും BJP ജയിക്കണമെന്ന നിലപാടോടുകൂടി പ്രവർത്തിക്കുന്നയാളുമാണ്. അത്തരമൊരാളോട് സഹകരിക്കാൻ കഴിയില്ല. മാത്രമല്ല 5 വർഷം MP എന്നതിൽ കാര്യമായ പ്രവർത്തനം ആ ഭാഗത്ത് അടൂർ പ്രകാശിൽ നിന്നുണ്ടായിട്ടില്ല. വലിയ അഴിമതിക്കാരനാണ് DCC പ്രസിഡന്റ് പാലോട് രവി എന്നുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും വെള്ളനാട് ശശി ഉന്നയിക്കുന്നത്. എന്നാൽ ശശി CPM-ൽ ചേരാൻ ജില്ലാ ആസ്ഥാനത്ത് കാട്ടായിക്കോണം ശ്രീധർ മന്ദിരത്തിലെത്തുന്ന ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ശശിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായി, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതായി വാർത്താക്കുറിപ്പ് കോൺഗ്രസ് നേതൃത്വം ഇറക്കി. അതിന് പറയുന്ന പ്രധാന കാരണം വെള്ളനാട് സഹകരണ ബാങ്കിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് വെള്ളനാട് ശശിയെ പുറത്താക്കുന്നതെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആരോപണങ്ങൾ പൂർണ്ണമായും ശശി തള്ളിക്കളയുകയും പാലോട് രവിയെ കോൺഗ്രസ് നേതൃത്വത്തെ ഈ അഴിമതി ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ അഴിമതിക്കാരൻ പാലോട് രവിയാണ്. പാലോട് രവിയുടെ ബന്ധുക്കളെ 8 പേരെ അനധികൃതമായി പല സഹകരണ ബാങ്കുകൾ നിയമിച്ച അടക്കമുള്ള നിരവധി അഴിമതികളുടെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും വെള്ളനാട് ശശി പറയുന്നു. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വെള്ളനാട് മേഖലയിൽ ഏറ്റവും ജനസ്വാധീനമുണ്ടായ നേതാവാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തെയാണ് CPM-ലേക്ക് കൊണ്ടുവന്നത്. 45 വർഷമായി പല മേഖലകളിലെ ജനപ്രതിനിധിയാണ് വെള്ളനാട് ശശി. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകി. എന്തായാലും സജീവ് മഞ്ഞക്കടമ്പൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ ചെയർമാനുമായിരുന്നു. അദ്ദേഹം രാജിവെച്ചു. അതിന് പിന്നാലെയാണ് വെള്ളനാട് ശശിയുടെ CPM-ലേക്കുള്ള അദ്ദേഹം ചേക്കേറിയത്. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും വരാറുള്ളതാണ്. സജീവ് മഞ്ഞക്കടമ്പന്റെ കാര്യത്തിൽ അല്പസമയം മുമ്പാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടായത്. അത് ഈ പ്രശ്നങ്ങളൊന്നും തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. ശ്രീജിത്ത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു സജിയുടെ ഇത്തരത്തിലുള്ളൊരു രാജി അത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ UDF-നെ ബാധിക്കുമോ എന്നുള്ളത്. പക്ഷേ അതിൽ തൊടാതെ അത് ബാധിക്കില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അവർ അറിഞ്ഞില്ല ഈ വിഷയമെന്നും പറയുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും മോൻസ് ജോസഫ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. PJ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം. എന്തായാലും ജോസഫ് ഗ്രൂപ്പിന്റെ ഇക്കാര്യത്തിലെ നിലപാട് എന്ത് എന്ന് അല്പസമയം കൂടി കഴിഞ്ഞാൽ 2 മണിക്ക് ശേഷം ആയിരിക്കും ഉണ്ടാകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമയം കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്തായാലും മോൻസിനെതിരെ ആരോപണം വന്നിരിക്കുന്നു. പക്ഷേ ജോസഫ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ കൂടി മോൻസ് പാർട്ടിയുടെ നിലപാട് കൂടി പറയാൻ വരികയാണ്. എന്തായാലും സജി പോയ വഴിക്ക് പൊക്കോട്ടെ എന്നാണോ ജോസഫ് ഗ്രൂപ്പ് തീരുമാനിക്കുക എന്നുള്ളത് വൈകാതെ അറിയാൻ സാധിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജി കാര്യമായ പ്രവർത്തനത്തിൽ സജീവമാകാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പരാതികളൊന്നും തന്നെ UDF എന്ന നിലയിൽ തങ്ങളുടെ മുന്നിൽ ഉന്നയിച്ചിട്ടില്ല എന്നതാണ് കോട്ടയത്തെ മുതിർന്ന നേതാവ് കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് പറഞ്ഞത്. എന്തായാലും ഇത് ഗൗരവമുള്ള ഒരു വിഷയത്തിലല്ല സജി പോകുന്നത് എന്നുകൂടി തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് സജി മഞ്ഞക്കടമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് മോൻസുമായി പ്രശ്നം മാത്രമാണ്. അതായത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയമോ നയപരമായ വിഷയമോ ഒന്നുമല്ല സജി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. മോൻസ് ഏകാധിപത്യം നടത്തുന്നു എന്ന കാര്യമാണ് സജി ചൂണ്ടിക്കാണിച്ചത്. ഇതിനെന്തായിരിക്കും മോൻസിന്റെ മറുപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ LDF-നെ സംബന്ധിച്ച് ഇതൊരു ആയുധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും തരത്തിൽ സജിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ പോലും
EJ അഗസ്തിയും ഒപ്പം തന്നെ PJ ജോസഫും ഒക്കെ മോഹൻ ജോസഫിനെ ക്ഷമിക്കണം ഇത് സജി മഞ്ഞക്കടമ്പിനെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. സജി എടുത്ത് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. 15 ദിവസം മുൻപ് താൻ PJ ജോസഫിനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഇനി പരാതിയൊന്നും പറയാൻ വരില്ല എന്നും പറഞ്ഞിരുന്നു എന്നാണ് സങ്കടത്തോടെ സജി മഞ്ഞക്കടമ്പിൽ പറയുന്നത്. എന്തായാലും വ്യക്തിപരമായ ഒരു സങ്കടവും വിഷയങ്ങളും ഒക്കെയാണ് സജി മഞ്ഞക്കടമ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം ഇനി കുടുംബത്തോടൊപ്പം ചെലവഴിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധമാണ്. അതെങ്ങനെയാണ് ഈ പ്രശ്നം UDF പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നൽകിയിരുന്നോ? വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തീർത്തും വ്യക്തിപരമായ കാര്യം എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിനോടൊപ്പം ഭാര്യയ്ക്ക് അപകടം സംബന്ധിച്ച് വീട്ടിലിരിക്കുകയാണ്, ഇനി കുടുംബത്തിന് വേണ്ടി കുറച്ച് കാലം ചെലവഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിനിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇനി ഭാവിയിൽ ഒരു MLA ആയാൽ, അതായത് സജി മഞ്ഞക്കടമ്പിൽ കഴിഞ്ഞ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു സീറ്റാണ്. അത് KM മാണി ഗ്രൂപ്പിൽ KM മാണി ഉള്ള സമയത്ത് ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള പിണക്കം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിയത്. അവിടെയും ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഏറ്റുമാനൂർ സീറ്റ് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി സീറ്റ്, പൂഞ്ഞാർ സീറ്റ്, ഇതൊക്കെ സജി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പുറത്ത് ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും കിട്ടിയില്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മോഹൻ ജോസഫ് ആണെന്നാണ് സജിയുടെ ഒരു വിശ്വാസം. അതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. നേരത്തെ പൂഞ്ഞാർ സീറ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു അദ്ദേഹം KM മാണിക്കൊപ്പം നിന്നത്. പക്ഷേ KM മാണിക്ക് തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ള കാലത്താണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതിയാണ് സജി പിന്നീട് പറഞ്ഞത്. അന്നും അദ്ദേഹം തുറന്ന വാർത്താ സമ്മേളനമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ ചില സമയങ്ങളിൽ വിങ്ങിപ്പൊട്ടി വരുന്ന ഒരു സജിയെ കോട്ടയത്തെ രാഷ്ട്രീയം കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അവിടെ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പുറത്തല്ലെങ്കിൽ അപ്പുറത്ത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ കേരള കോൺഗ്രസിൽ നടക്കാറുള്ളത്. പക്ഷേ ഇടയ്ക്ക് ജില്ലാ ചെയർമാൻ സ്ഥാനം കിട്ടാതെ വന്നപ്പോഴും സജി മഞ്ഞക്കടമ്പിൽ അത്തരം ചില നീക്കങ്ങൾ നടത്തിയതായി സൂചനകൾ ഉണ്ടായിരുന്നു. അന്ന് മാണി ഗ്രൂപ്പുകാർ, അതായത് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ സജിയെ തിരിച്ചെടുക്കാൻ ചില താല്പര്യം കാണിച്ചില്ല. കാരണം സജി അവിടെ ചില പരാതികൾ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. വീണ്ടും അങ്ങോട്ടേക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കണ്ട എന്നുള്ള നിലപാടായിരുന്നു അന്നവർക്കുള്ളത്. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ജോസഫ് ഗ്രൂപ്പിനെയും UDFനെയും ഒക്കെ തളർത്താൻ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വാതിലുകൾ ജോസ് കെ മാണി തുറന്നിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും സജി പ്രഖ്യാപിച്ചിരിക്കുന്ന താനൊരു പാർട്ടിയിലേക്കും ഇല്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിലപാട് മാറ്റുമോ സജി എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും തൽക്കാലം മോഹൻ ജോസഫിനെതിരെ വലിയൊരു എന്താ പറയുക തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ നിന്നിറങ്ങുകയാണ് സജി ചെയ്തത്. അശ്വതി, UDFനുള്ള SDPI പിന്തുണയെക്കുറിച്ച് ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ന്യൂസ് 18നോട്. മലയാളം മനസ്സിലാകുന്നവർക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വേണ്ടെന്ന് പറയാൻ UDFന് മാത്രമേ കഴിയൂ. കേസ് കൊടുക്കുമെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ ഭയമില്ലെന്നും സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഒരു വലിയ ചൂടിലേക്കെല്ലാം തന്നെ നീങ്ങുന്നു. അന്തരീക്ഷം പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഓടി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നമുക്കൊപ്പം ചേരുന്നു. എന്താണ് പൊതുവിലുള്ളൊരു ട്രെൻഡ് സൂചിപ്പിക്കുന്നത്? അല്ല, വളരെ അനുകൂലമായ ഒരു ട്രെൻഡാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം രണ്ട് സർക്കാരുകൾക്കും എതിരായിട്ടുള്ള, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധവും അമർഷവും രോഷവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. രണ്ട്, ദേശീയ തലത്തിൽ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ, ഈ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്ന് മതേതര കേരളം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു മാറ്റമുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായി UDFന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ട്രെൻഡ് ഉണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 ഈ പ്രാവശ്യം ആ നഷ്ടപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിച്ച് 20-ൽ 20 സീറ്റും ജയിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പ്രചാരണത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് ഈ SDPI വോട്ട് വാഗ്ദാനം ചെയ്യുന്നു. അത് വളരെ പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കാൻ മറ്റാർക്കെങ്കിലും ആർജവം ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നു. ഈ വിവാദം അത് ഒരു അവസാനിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയിൽ വ്യക്തതയില്ല എന്നാണ് കുറച്ചു സമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അവർക്ക് മലയാളം ശരിക്കും അറിയില്ല കേട്ടാണ്, മനസ്സിലായില്ലെങ്കിൽ. ആ 4 വാചകം വളരെ കൃത്യമായ വാചകമാണ്. ന്യൂനപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഒരു തരത്തിലും സമരസപ്പെടില്ല. UDFും കോൺഗ്രസും അതിനെ ശക്തിയായി എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ UDF സ്വീകരിക്കില്ല. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് SDPI നൽകിയ പിന്തുണയെയും ഞങ്ങൾ സമീപിക്കുന്നത്. അതായത് സ്വീകരിക്കില്ല. അതിനേക്കാൾ പിന്നെ മലയാളം ഏത് വാക്കാണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞുതരാൻ പറ.
അതിനേക്കാൾ നല്ലൊരു വാചകം ഗോവിന്ദൻ മാഷ് പറഞ്ഞുതരാൻ പറ. ഇവര് വിചാരിച്ചത് ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണ കൊടുത്ത ഇവരൊക്കെ ഇതിന്റെ പുറകെ നടക്കുന്ന ആളാണ്. ഈ ഗോവിന്ദൻ മാഷിന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയൊക്കെ ഇത്തരം ആളുകളുടെ പുറകെ നടന്ന് ചോദിക്കുന്ന ആളല്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. ഞങ്ങൾ പറയുന്നു, കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതുപോലത്തെ ഒരു ധീരമായ തീരുമാനം പറഞ്ഞിട്ടില്ല. ധീരമായ തീരുമാനം ഞങ്ങൾ ആദ്യം പറഞ്ഞു. ഞങ്ങൾ അവരായിട്ട് ചർച്ച നടത്തിയിട്ടില്ല, അവരുമായിട്ട് ധാരണ നടത്തിയിട്ടില്ല. അവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആലോചിച്ച് പറയും. ഒറ്റയ്ക്ക് ഞാൻ പറയാൻ പാടില്ല. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതന്നെ ലീഗിന് അതൃപ്തി, കേരള കോൺഗ്രസ് അനിഷ്ടം, കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ വെറുതെ വാർത്ത കൊടുത്തേനെ. അതൊന്നും ഞങ്ങളെ കിട്ടില്ല. ഇനി സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലും BJP ജയിക്കില്ലെന്ന് മാത്രമല്ല ഒരിടത്തും 2ാം സ്ഥാനത്തും എത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016-ൽ നേമത്ത് BJP അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്ന് BJPക്ക് പോലും അറിയില്ല. കോൺഗ്രസ് വോട്ട് ചോർന്നതുകൊണ്ടാണ് നേമത്ത് BJP ജയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ 20 മണ്ഡലങ്ങളാണ്. ഈ 20-ൽ ഒന്നിൽ പോലും BJP ജയിക്കില്ല. മാത്രമല്ല ഈ 20-ൽ BJPക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാകില്ല. ഇതാണ് നാം കാണേണ്ടത്. സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ല. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ നികുതി വെട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ എറണാകുളം ACJM കോടതി നടപടി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഇത്തരം തിരിച്ചടികൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ മുഖ്യമന്ത്രിക്കും കൂടെയുള്ളവർക്കും ഏതെങ്കിലും ഒരാളെ തെരഞ്ഞെടുപ്പിൽ നിർത്താൻ കഴിയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. വാഹന രജിസ്ട്രേഷൻ കോടതി വിധി എങ്ങനെ? കോടതിയല്ല, കോടതി പറഞ്ഞു. തുടർ നടപടി അത് അങ്ങേയറ്റം വരെ തന്നെ. ഏതാ കേസ് തള്ളാനാവില്ല എന്നല്ലേ കോടതി പറഞ്ഞത്, ACJM കോടതി പറഞ്ഞത്. അതെ, അതുമായി മുന്നോട്ട് പോകും. അത് പോരാട്ടം തന്നെ. ഇലക്ഷനെ ബാധിക്കുമോ? എന്തിനു ബാധിക്കണം? അങ്ങനെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് അങ്ങേരുടെ ഏതെങ്കിലും ഒരാളെ നിർത്താൻ പറ്റുമോ കേരളത്തിൽ? പറ്റുമോ? ഇലക്ഷന്റെ ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഇത് അത് തന്നെയാണ് ഉദ്ദേശം അവർക്ക്. അത്രയേ ഉള്ളൂ. എല്ലാ കേസുകളും അങ്ങനെയാണ്. കരുവന്നൂര് നടന്നതിനും കൊടുത്തില്ലേ കേസ്? അതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാനൊന്നും പറയാൻ പാടില്ല. അതാണ് ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ല. അത് കോടതിയാണ്. നികുതി വെട്ടിപ്പ് സംഭവം നടത്തില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു. ഞാൻ അതുപോലും പറയാൻ പാടില്ല. അത് കോടതി പറയും. കോടതി പറയട്ടെ. കോടതി അത് തന്നെയാണ് പറയാൻ പോകുന്നത്. കണ്ണൂർ പാനൂരിലെ സ്ഫോടനം വടകര മണ്ഡലത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി UDF. ബോംബ് രാഷ്ട്രീയത്തിനെതിരെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശ ജാഥ സംഘടിപ്പിച്ചു. കേസിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷെറിൻ ഇന്നലെയാണ് മരിച്ചത്. എന്നാൽ ബോംബ് നിർമ്മിച്ചവരുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് CPMന്റെ വിശദീകരണം. എന്തിനാ ഈ നാട്ടിലെ അമ്മമാർക്ക് പിന്നെ നിങ്ങൾ ആശങ്ക കൊടുക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് 100% ഉറപ്പാണെന്ന്. നിങ്ങൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് പോസ്റ്ററിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് ബോംബ് ഒരു സാമഗ്രിയായി ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ? നിങ്ങൾ പറയുന്നു 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6-ലും നിങ്ങളുടെ MLA-മാരാണെന്ന്. നിങ്ങൾ പറയുന്നു 7-ലെ 6 കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെ 1 ലക്ഷത്തിന്റെ 1.5 ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്ന്. ഞാൻ ചോദിക്കുന്നു, അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ്? ദയവീതി നാടിന്റെ സമാധാനം കെടുത്താൻ ആ ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഈ നാട്ടിലെ CPM-കാരോടും ഞാൻ പറയുന്നു, നിങ്ങളും അനുവദിക്കരുത്. അറിഞ്ഞും അറിയാതെയും ഇതിനൊരു പിന്തുണ കൊടുക്കരുത്. ഇത് ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും.
അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതായില്ല. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്തായാലും പാനൂർ സ്ഫോടനം വലിയ രാഷ്ട്രീയ ആയുധമാക്കി, പ്രചരണ ആയുധമാക്കി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. സമാധാന സന്ദേശ ജാഥയുമായി ഷാഫി രംഗത്തെത്തിയിരിക്കുന്നു. ഏത് രീതിയിലാണ് CPM ഇതിനെ പ്രതിരോധിക്കുന്നത്? CPM-നെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ 4 പേര് കസ്റ്റഡിയിലായിട്ടുണ്ട്. സ്ഫോടനം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ചെല്ലയാട് സ്വദേശി KK, അരുൺ കുന്നത്തുപറമ്പ് സ്വദേശി K, അതുൽ ചെറുപറമ്പ് സ്വദേശി ശിവൻലാൽ, സായുജ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പാലക്കാട് വെച്ചാണ് സായുജിനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ബോംബ് നിർമ്മാണ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ ഷെറിൻ മരിച്ചത് വലിയ ഒരു രാഷ്ട്രീയ വിവാദമാക്കി തന്നെ UDF മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. CPM-ന്റെ സജീവ പ്രവർത്തകനാണ് മരിച്ചയാൾ. മറ്റ് പരിക്കേറ്റവരും അറസ്റ്റിലായവരും ഒക്കെ CPM-മാർ തന്നെയാണ് എന്നാണ് UDF ആരോപിക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് സമാധാന സന്ദേശ യാത്ര പാനൂരിൽ നടത്തിയത്. വടകര മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലാണ് ഈ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് പാനൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടികൾ നടക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് എന്തിനാണ് ഈ ബോംബ് ഉണ്ടാക്കി ശേഖരിച്ചത് എന്ന ചോദ്യം, അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കാൻ ഉള്ള ശ്രമം നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് UDF ഉന്നയിക്കുന്നത്. നിലവിൽ അന്വേഷണം നടക്കുമ്പോഴും ഇതിന്റെ പിന്നിലുള്ള കാരണത്തെക്കുറിച്ച്, ആരാണ് ഈ ബോംബ് നിർമ്മിക്കാൻ പ്രേരണ നൽകിയത് എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല എന്നാണ് UDF ആരോപിക്കുന്നത്. പ്രവർത്തകർക്ക് ചുമരെഴുത്തിനും പോസ്റ്റർ ഒട്ടിക്കാനുമുള്ള ചുമതലകൾ നൽകിയ ശേഷം നേതാക്കൾ ഇത്തരത്തിൽ ക്രിമിനൽ സംഘത്തിന് ബോംബ് നൽകി എതിരാളികളെ ഇല്ലാതാക്കാൻ അയക്കുകയാണ് എന്ന ആരോപണം മുന്നോട്ട് വെക്കുന്നു. നേരത്തെ തന്നെ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങൾ തന്നെയാവും ഈ തെരഞ്ഞെടുപ്പിലെയും പ്രധാന ചർച്ചാ വിഷയമായി വടകരയിൽ ഉയർത്തുക എന്ന് KK രമയും ഷാഫി പറമ്പിലും അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് കത്തി താഴെയിടാൻ അല്ലെങ്കിൽ ബോംബ് താഴെയിടാൻ CPM ഇനിയും തയ്യാറാവുന്നില്ല എന്നതാണ് നിലവിലെ സംഭവവാസങ്ങളും തെളിയിക്കുന്നതെന്ന് അവർ പറയുന്നു. എന്തായാലും പ്രചാരണ രംഗത്ത് കണ്ണൂരും വടകരയിലും കോഴിക്കോടും അടക്കമൊക്കെയുള്ള ഈ മണ്ഡലങ്ങളിൽ ഇത് തന്നെ പ്രധാന പ്രചാരണ വിഷയമായി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും തീരുമാനം. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമരത്തിലുള്ള സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് നിയമനം നൽകി ആരോഗ്യവകുപ്പ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലിരിക്കെ ബലാത്സംഗം ചെയ്യപ്പെട്ട യുവതിയെ പിന്തുണച്ച നഴ്സിനെതിരായ നടപടിയിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയായിരുന്നു തീരുമാനം. അനിതയുടെ വീഴ്ച ഹൈക്കോടതിയെ അറിയിക്കും എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ പിന്താങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അവിടെ ചില സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. അതിൻ്റെ മേലെയുള്ള അന്വേഷണങ്ങൾ നടന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വീഴ്ചക്കാരെന്ന് കണ്ടതിൻ്റെ മേലെയാണ് നടപടികൾ ഉണ്ടായിരുന്നത്. ആ കാര്യം ഹൈക്കോടതിയുടെ മുന്നിലും ഹൈക്കോടതി ശ്രദ്ധയിലും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശം പാലിക്കുന്നതിനാണ് തയ്യാറാകുന്നതൊക്കെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ അന്വേഷിച്ച കാര്യങ്ങൾ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ആ രീതിയിൽ കാണുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങൾ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. നടപടിയിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തു വന്നു. ഭരണഘടനാ വിരുദ്ധമായാണ് ആരോഗ്യമന്ത്രി പെരുമാറുന്നതെന്നും മുഖ്യമന്ത്രി എല്ലാ വൃത്തികേടുകൾക്കും കുട പിടിച്ചു കൊടുക്കുകയാണെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. പിന്തുണ നൽകി എന്നതിന്റെ പേരിലാണ് അനിതാ സിസ്റ്ററെ ഇങ്ങനെ സർക്കാർ അപമാനിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം, സർക്കാർ ആരുടെ കൂടെയാണ്? അതിജീവിതയ്ക്കൊപ്പമാണോ പീഡന വീരന്റെ കൂടെയാണ്? ഇരയുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെയാണോ? ആരെയാണ് ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ സ്വന്തം പാർട്ടിക്കാരും അനുഭാവികളുമാണെങ്കിൽ എന്ത് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്താലും അവരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടിലെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെയുള്ള NGO യൂണിയൻ പ്രവർത്തകർ എന്താ ചെയ്തത്? ഈ അതിജീവിതയെ പോയി ഭയപ്പെടുത്തുകയായിരുന്നു അവരുടെ പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി. വിവരങ്ങളുമായി ഡാൻ കുര്യനും MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ്, സമരങ്ങൾക്കൊടുവിലാണ് ഈ പുനർനിയമനം ഉണ്ടായിരിക്കുന്നത്. അനിതയ്ക്ക് നിയമനം നൽകിയിരിക്കുന്നു ആരോഗ്യവകുപ്പ്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എങ്ങനെയാണ്?
അശ്വതി, അതിജീവിതയ്ക്ക് ഒപ്പം നിന്നതിന്റെ പേരിലായിരുന്നു ചട്ടലംഘനം നടത്തിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹെഡ് നേഴ്സായിരുന്ന അനിതയ്ക്കെതിരായ നടപടി. അവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റാനായിരുന്നു ആരോഗ്യവകുപ്പ് ആദ്യഘട്ടത്തിലെടുത്ത നടപടി. അതിനെതിരെ ഹൈക്കോടതിയിലേക്ക് അനിത തന്നെ പോവുകയും അവിടെ വാദം നടക്കുകയും ചെയ്തു. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി തന്നെ നടത്തിയ പ്രസ്താവന പ്രതിപക്ഷ കക്ഷികൾ വലിയ തരത്തിൽ വിവാദമാക്കി മാറ്റി. അതായത് ഇരയ്ക്കൊപ്പമാണോ സർക്കാർ എന്ന് വ്യക്തമാക്കണമെന്ന നിലപാടുമായി പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ആരോഗ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ നിലപാട് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് സംഭവം രാഷ്ട്രീയ വിവാദമായി മാറുകയും മറ്റ് പ്രതിപക്ഷ സംഘടനകളടക്കം ഇത് ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സർക്കാരിനെതിരായ ഒരു പ്രതിഷേധമായി ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ പുനർനിയമിച്ചുകൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അശ്വതി, അതാണ് MS അനീഷ് കുമാർ കൂടി ചേരുന്നു. അനീഷ്, ഈ നിയമനം നൽകിയിട്ടുണ്ട്, വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിയമനം നൽകിയെങ്കിലും ഈ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആരോഗ്യമന്ത്രി പറയുകയും ഒപ്പം അതിനെ പിന്താങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ അനിതയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? അശ്വതി, വിഷയവുമായി ബന്ധപ്പെട്ട് അനിത ചെയ്ത പിശക് എന്താണ്, അല്ലെങ്കിൽ അനിതയുടെ ഭാഗത്തുനിന്നും എന്താണ് കൃത്യവിലോപമുണ്ടായത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ വിശദീകരണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഔദ്യോഗിക തലത്തിലെ ചില ആശയക്കുഴപ്പങ്ങൾ, വീഴ്ചകൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥരെ അനിത അടക്കമുള്ളവരെ ആ സ്ഥലം മാറ്റുകയുണ്ടായത്. ഇതിൽ 3 സ്ഥലം മാറ്റപ്പെട്ട 2 പേർ, സുമതി, ബെറ്റി എന്ന 2 നഴ്സിംഗ് ജീവനക്കാർ, അവർ പിന്നീട് ട്രൈബ്യൂണലിനെ സമീപിച്ച് തിരിച്ചു ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ ചെയ്ത തെറ്റ എന്താണ് എന്ന കൃത്യമായി തന്നെ ബോധിപ്പിച്ചിട്ടില്ലെന്നാണ് അനിത ഇപ്പോഴും പറയുന്നത്. ഈ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ താൻ എന്താണ് ആശുപത്രിയിൽ നടന്നതെന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരമാണ് നൽകിയത്. നിരീക്ഷണ ക്യാമറ ഇല്ലാത്ത സ്ഥലത്താണ് ഈ അതിജീവിത കിടന്നിരുന്നത്. ഒപ്പം ഈ സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒപ്പം ഈ അതിജീവിതയുടെ മൊഴി തിരുത്താൻ ചില ജീവനക്കാർ, ഈ ഒരു ജീവനക്കാരൻ ഇവരെ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഐസിയുവിൽ വെച്ച് പരാതി ഉയർന്നിരുന്നത്. ഇത്തരം നൽകിയ പരാതി തിരുത്താൻ ഈ അതിജീവിതയെ ചില ഉദ്യോഗസ്ഥർ പ്രേരിപ്പിച്ചു എന്നാണ് അതിജീവിത 2ാം ഘട്ടത്തിൽ പരാതിയുമായി എത്തിയത്. അന്ന് ആ അതിജീവിതയെ പ്രലോഭിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ മൊഴി മാറ്റാൻ പ്രേരണ നൽകിയ ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഈ PB അനിത നൽകുകയും ചെയ്തിരുന്നു. അതൊരു കൃത്യവിലോപം എന്ന രീതിയിൽ കണക്കിലെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലെ പിഴവുകളെ പറ്റി അല്ലെങ്കിൽ ഒരു രോഗിക്ക് നൽകേണ്ട സേവനങ്ങളിൽ വരുന്ന വീഴ്ചകളെ പറ്റി ഒരു ഉദ്യോഗസ്ഥ മൊഴി നൽകുന്നത് എങ്ങനെ ആശുപത്രിക്കും വകുപ്പിനും എതിരായുള്ള കുറ്റമായി മാറും എന്ന ചോദ്യം തന്നെയാണ് വരുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി അടക്കം സമീപിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ 3-4 ദിവസത്തെ സമരത്തിന് ശേഷമാണ് ഇപ്പോൾ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. പക്ഷേ നിയമ നടപടികളുമായി തനിക്കുണ്ടായിരിക്കുന്ന നീതി നിഷേധത്തിനെതിരായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതാണ് അനിതയുടെ വാദം. എന്തായാലും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനാകില്ലെന്ന് ജസ്റ്റിസ് മണികുമാർ രാജ്ഭവനെ രേഖാമൂലം ഇക്കാര്യം അറിയിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് തീരുമാനമെന്ന് ജസ്റ്റിസ് മണികുമാർ വിശദീകരിക്കുന്നു. ജസ്റ്റിസ് മണികുമാറിനെ നിയമിക്കുന്നതിനുള്ള സർക്കാർ ശുപാർശ 10 മാസം തടഞ്ഞുവെച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് ഗവർണർ അംഗീകാരം നൽകിയത്. VV അരുൺ ചേരുന്നു. അരുൺ, ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് മണികുമാർ പറയുമ്പോൾ ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ശ്രുതി, കഴിഞ്ഞ മെയിൽ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന്റെ ഒഴിവിലാണ് ജസ്റ്റിസ് മണികുമാറിനെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും അടങ്ങുന്ന സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തീരുമാനിക്കേണ്ടത്. ഇതിൽ പ്രതിപക്ഷ നേതാവിന്റെ വിയോജനക്കുറിപ്പോടുകൂടിയാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ഒപ്പിട്ട് ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ ഈ ഫയൽ ഗവർണർ തടഞ്ഞു വച്ചിരിക്കുക. നിരവധി പരാതികളാണ് മണികുമാറിനെ നിയമിക്കുന്നതിനെതിരെ ഗവർണർക്ക് ലഭിച്ചത്. തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഫയൽ ഗവർണർ പിടിച്ചു വച്ചിരുന്നു. ആ ഫയലിലാണ് കഴിഞ്ഞ ആഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടത്. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ജസ്റ്റിസ് മണികുമാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ നിരവധി തീരുമാനങ്ങൾ സർക്കാരിന് അനുകൂലമായി എടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ കോവളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ജസ്റ്റിസ് മണികുമാറിന് യാത്രയയപ്പ് നൽകിയിരുന്നു. ഇത് അസാധാരണമായ നടപടിക്രമമാണെന്ന് വലിയ വിമർശനം ഉയർന്നു വന്നു. അതിൻ്റെ ആ സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം എതിർത്തത്. ഏതായാലും ഗവർണർ അനുമതി നൽകിയെങ്കിലും ഇപ്പോൾ ഈ സ്ഥാനം ഏറ്റെടുക്കാനാകില്ല എന്ന നിലപാടാണ് മണികുമാർ രാജ്ഭവനെ അറിയിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാൽ തനിക്ക് ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് കേരളത്തിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നിയമനം ഈ സ്ഥാനത്തേക്ക് താൻ വരുന്നില്ല എന്നാണ് രാജ്ഭവനെ മണികുമാർ അറിയിച്ചിട്ടുള്ളത്.
ശരി അരുൺ. മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ടാക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ 10 പേർ അറസ്റ്റിൽ. മർദ്ദനത്തിൽ ശ്വാസകോശം തകർന്നു. പ്രതികളുടെ ഫോണിൽ നിന്ന് മർദ്ദന ദൃശ്യം വീണ്ടെടുക്കാനാണ് പോലീസ് ശ്രമം. വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ എത്തിയപ്പോഴായിരുന്നു അരുണാചൽ സ്വദേശി അശോക് ദാസിനെ പ്രദേശവാസികൾ കെട്ടിയിട്ട് മർദ്ദിച്ചത്. മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച തെളിവെടുപ്പ് മൂവാറ്റുപുഴ വാളകത്ത് ഉണ്ടാകും. നിലവിൽ 10 പേരുടെ അറസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രതികൾ മരിച്ച അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് പരിസരവാസികളെയും അതോടൊപ്പം പ്രതികളുടെ മൊബൈൽ ഫോണുകളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഈ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. പ്രതികൾ ഈ മർദ്ദന ദൃശ്യങ്ങൾ പകർത്തിയതായി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചില തെളിവുകൾ ആ രീതിയിൽ വീഡിയോകൾ പോലീസിന് ലഭിച്ചു. ചിലത് പ്രതികൾ തന്നെ അത് നശിപ്പിച്ചതായിട്ട് പോലീസ് പറയുന്നു. അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ച അശോക് ദാസ് എത്തിയ വീട്ടിൽ അവിടെയുണ്ടായിരുന്ന പെൺകുട്ടികളുടെ മൊഴികൾ മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ തന്റെ വനിതാ സുഹൃത്തിനെ കാണുന്നതിന് വേണ്ടിയാണ് അശോക് ദാസ് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ അവിടെ വെച്ച് ചില ബഹളങ്ങൾ ഉണ്ടാകുകയും അശോക് ദാസിന്റെ കൈ അവിടെ ചില്ല് അലമാരയിൽ തട്ടി മുറിവേൽക്കുകയും ചെയ്തതായിട്ട് പെൺകുട്ടികൾ തന്നെ പറയുന്നു. ഇവർ തിരിച്ചിറങ്ങുമ്പോൾ ഇയാൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വിവരങ്ങൾ ചുറ്റുപാടുമുള്ളവരോട് പറയുകയും തുടർന്നാണ് ഇയാളെ ആൾക്കൂട്ടം ചേർന്നുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയും അവിടെയുണ്ടായിരുന്ന കൊടിമരത്തിൽ കെട്ടിയിടുകയും പിന്നീട് ഒരു ആൾക്കൂട്ട വിചാരണ രീതിയിൽ എന്ന പോലെ അത് മാറുകയും ചെയ്തത്. ഇവിടെ വെച്ച് തലയ്ക്കും അതോടൊപ്പം തന്നെ നെഞ്ചിനും കാര്യമായിട്ട് തന്നെ ക്ഷതമേറ്റു. ഇതാണ് മരണകാരണമായിട്ട് പോലീസ് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. മാത്രവുമല്ല ഇയാളുടെ കൈക്ക് പരിക്കേറ്റതിൽ നിന്ന് ധാരാളം രക്തം വാർന്നു പോയിരുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്നുള്ള ഒരു മരണത്തിലേക്ക് കാരണമാക്കിയതായാണ്. ശരി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘം വയനാട്ടിൽ എത്തി. ഇന്നലെ കണ്ണൂരിലെത്തിയ സംഘം കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CBI അന്വേഷണത്തിലൂടെ മുഴുവൻ കൊലയാളികളും പിടിയിലാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പിതാവ് ജയപ്രകാശ് പറഞ്ഞു. പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാകില്ലെന്നും ജയപ്രകാശ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. അരുണാചൽ പ്രദേശിലെ ദമ്പതികളുടെയും സുഹൃത്തിന്റെയും മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത തേടി വിശദ അന്വേഷണത്തിന് പോലീസ്. മരണങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘത്തിന്റെയോ പ്രേരണയുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് ലഭിച്ച മെയിൽ ഐഡിക്ക് പിന്നിൽ നവീൻ തന്നെയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എങ്ങനെയാണ് കേസിന്റെ പുരോഗതി? അശ്വതി, ആൻഡ്രോമെഡ ഗാലക്സിയിലെ മിതി എന്ന അന്യഗ്രഹജീവിയുമായി സംവദിക്കുന്ന തരത്തിലുള്ള PDF രേഖകളാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്തത്. ഇതിൻ്റെ യൂട്യൂബ് ലിങ്കുകളുമുണ്ട്. മറ്റൊരിടത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്ത വിവരങ്ങളാണ് ഈ PDF ഫയലുകളായുള്ളത്. അതോടൊപ്പം തന്നെ യൂട്യൂബ് ലിങ്കും ആ നിലയ്ക്ക് ലഭിച്ചതാണ്. ഡോൺ ബോസ്കോ എന്നൊരാൾ ആര്യയുടെ മെയിലിലേക്ക് സന്ദേശങ്ങൾ അയച്ചതായി പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് നവീൻ തന്നെയാണ് വ്യാജ ID ഉപയോഗിച്ച് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചതെന്ന വിവരമാണ് പ്രാഥമികമായി പോലീസ് നൽകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വിശദീകരണം, കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ഗൂഗിളിൽ നിന്നുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ വൈകാതെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് കന്റോൺമെൻറ്റ് പോലീസിൻ്റെ 5 അംഗ സംഘവും അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിലെ സംഘവും സംയുക്തമായാണ് ഈ അന്വേഷണം നടത്തുന്നത്. അവിടെ നിന്ന് ഈ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന സംഘങ്ങൾ ഉണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ 3 പേർക്ക് പുറമെ ഇവരുമായി 4മതൊരാൾ ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് സംഘങ്ങളിൽ ഉൾപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അതുമായി പ്രവർത്തിക്കുന്ന രാജ്യത്തിന് പുറത്തുള്ള ഏതെങ്കിലും സംഘങ്ങളോ ഒക്കെയും ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യം അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ഡോൺ ബോസ്കോ എന്ന പേരിൽ വന്ന മെസ്സേജുകൾ അത് തന്നെയാണ് പോലീസ് കൂടുതലായും പരിശോധിക്കുന്നത്. നവീൻ ഒരുപക്ഷെ ഈ വ്യാജ ID ഉപയോഗിച്ച് ആര്യയെ ഇതിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി നവീനും ദേവിയും ആദ്യം ഇതിലേക്ക് വരികയും പിന്നീട് ആര്യയെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായി ഈ വ്യാജ ID ഉണ്ടാക്കിയോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. മറ്റ് വിവരങ്ങൾ, ശാസ്ത്രീയമായ തെളിവുകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ശരി വിനോദ, മറ്റൊരു നല്ല വാർത്ത കൂടി പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. ന്യൂസ് 18ന്റെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടി ഫലം കണ്ടിരിക്കുന്നു. ജലക്ഷാമം രൂക്ഷമായിരുന്ന നെടുമങ്ങാട് പേരത്തുകോണം കുട്ടൻ കോളനിയിൽ കുടിവെള്ളം എത്തി. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും ജലജീവൻ മിഷന്റെ ഭാഗമായി ബൂസ്റ്റർ പമ്പുകൾ സ്ഥാപിക്കുമെന്നും കൗൺസിലർ S. ബീനു പറഞ്ഞു. വിനോദ്, നമുക്ക് വലിയ അഭിമാനമുള്ള വാർത്ത. എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ?
അശ്വതി, അത് നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ജനകീയ വിഷയത്തിലെ ന്യൂസ് 18 ഇടപെടൽ അതിന് ഒരു ഫലമുണ്ടായിരിക്കുന്നു. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെയാണ് നമ്മൾ പേരയത്ത് കോണത്ത് കുട്ടൻ കോളനിയിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് അത് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്, ജനപ്രതിനിധികൾക്ക് മുന്നിലെത്തിച്ചത്. അവിടെ ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നു. നെടുമങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്ന നടപടികൾ ആയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, ശാശ്വതമായി അവിടെ പരിഹാരമുണ്ടാകണം. ജലജീവൻ മിഷന്റെ ഭാഗമായി ഈ കോളനിയിലേക്ക് പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ താഴത്തെ പ്രദേശത്ത് ഒരു ബൂസ്റ്റർ പമ്പ് സ്ഥാപിച്ചാൽ മാത്രമേ മുകളിലേക്ക് ഈ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാകൂ. അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. 100 വയസ്സ് കഴിഞ്ഞ അമ്മയ്ക്ക് ഏതാണ്ട് 80 വയസ്സ് പ്രായമുള്ള മകൾ തലച്ചുമടായി വെള്ളം കൊണ്ടു കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുമായി നമ്മൾ സംസാരിച്ചു. അവർ ഈ കുടിവെള്ള പ്രശ്നം എന്നതുപോലെ തന്നെ അവർ പറയുന്നത് കുളിച്ചിട്ട് ദിവസങ്ങളായി, അവിടെയുള്ള കുട്ടികൾ നമ്മളോട് പറഞ്ഞതാണ്, ഏറെ ദിവസങ്ങളാകുന്നു കുളിച്ചിട്ട് വസ്ത്രം കഴുകാൻ മാർഗമില്ല. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഉയർന്ന എന്തായാലും അവിടെയുള്ളവർക്ക് ഒരു താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. ശാശ്വത പരിഹാരത്തിനായി നമുക്ക് കാത്തിരിക്കാം. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ്. നമുക്ക് സ്വർണ്ണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6535 രൂപ, പവന് 52,280 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5470 രൂപ, പവന് 43,760 രൂപ. വെള്ളി ഗ്രാമിന് 84 രൂപ, കിലോയ്ക്ക് 84,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.